ഹലോ, നമസ്കാരം. അങ്ങനെ വിഷുവിന് 4 ചിത്രങ്ങൾ ഇറങ്ങുകയാണ് ഏപ്രിൽ 10 നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ പെരുന്നാളിന് എമ്പുരാൻ ഇറങ്ങി. വളരെ വിവാദങ്ങളും കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എമ്പുരാൻ വിവാദങ്ങൾക്കിടയിലും 250 കോടി മുകളിൽ കളക്ഷൻ നേടിയിരിക്കുകയാണ്. അപ്പൊ ഏപ്രിൽ 10 വിഷു ചിത്രങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. വിഷു ഈസ്റ്റർ തകർക്കാൻ വേണ്ടിയിട്ട് 4 സിനിമകളാണ് ഇറങ്ങുന്നത്. അപ്പോ വിഷു ചിത്രങ്ങളിൽ ഏത് ചിത്രമായിരിക്കും വിഷു വിന്നർ ആവുക, ആരാണ് ബോക്സ് ഓഫീസ് തൂക്കിയടിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതിൽ ആദ്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ മമ്മൂക്കയുടെ ബസൂക്കയാണ്. നമ്മുടെ തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിന്റെ മകനായ ഡിനോ ഡെന്നീസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് ബസൂക്ക. ഓൾറെഡി നല്ലൊരു ഹൈപ്പിലാണ് പടം ഇപ്പോഴും നിൽക്കുന്നത്. നമ്മൾ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടിരുന്നു. മമ്മൂക്കയുടെ ഒരു സ്റ്റൈലിഷ് ലുക്ക് തന്നെയാണ് അതിൽ ട്രെയിലറിൽ കണ്ടത്. അത് അണിയറ പ്രവർത്തകർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതൊരു ഗെയിം ത്രില്ലർ ആണെന്ന്. ഗെയിം ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ഊഹം മാത്രമാണ്. അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ട്രെയിലർ കണ്ടതായിരിക്കില്ല സിനിമ എന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം അവരൊരു കുറച്ച് ഹൈഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതായത് ഗെയിം ത്രില്ലർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ഒരു സൈക്കോപാത്തോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സീരിയൽ കില്ലറിന്റെ സെർച്ച് ചെയ്ത് അങ്ങനെ കണ്ടുപിടിക്കുന്ന രീതിയോ അങ്ങനെയൊക്കെയാണ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗൗതം വാസുദേവൻ പോലീസ് ഓഫീസർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ട്രെയിലറിൽ ഒരു സീൻ കാണിക്കുന്നുണ്ട്. മമ്മൂട്ടിയും ഗൗതം വാസുദേവനും കൂടി നിന്നിട്ട് ഇവരെ ആരെയോ പിടിക്കണം എന്നുള്ള രീതിയിലാണ് അത് എനിക്ക് തോന്നിയത്. അതെന്റെ ഊഹം മാത്രമാണ്. അപ്പൊ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റൈലിഷ് പടം മാത്രം ആവാൻ ചാൻസ് കുറവാണ്. ഒരു ഗെയിം ത്രില്ലർ മൂവിയാണെന്ന് ഓൾറെഡി അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഏപ്രിൽ 10 കാത്തിരുന്ന് കാണാം. അടുത്ത ഒരു വിഷു ചിത്രം, അതായത് ഏപ്രിൽ 10 തന്നെ റിലീസ് ആവുന്ന അടുത്ത സിനിമ എന്ന് പറയുന്നത് മിന്നൽ മുരളിക്ക് ശേഷം നമ്മുടെ ടോവിനോയും ബേസിലും കൂടി ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ പേര് മരണമാസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ട്രെയിലർ കണ്ടവർക്ക് അറിയാം, അതൊരു കോമഡി പ്ലസ് ത്രില്ലർ രീതിയിലാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പൊ ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് സിജു സണ്ണി എന്ന് പറഞ്ഞ ആക്ടറാണ്. അതായത് നമ്മുടെ വാഴയിലൊക്കെ ഉള്ള ഈ ഷോർട്ട് ഫിലിംസിലൊക്കെ ഉള്ള ഒരാളാണ് സിജു സണ്ണി, എല്ലാവർക്കും അറിയായിരിക്കും. പുള്ളിയാണ് ഇതിന്റെ തിരക്കഥ. സംവിധാനം ചെയ്തിരിക്കുന്നത് ശിവപ്രസാദ്, പ്രൊഡ്യൂസർ ടോവിനോ, പിന്നെ നായകനായിട്ട് ബേസിൽ. അപ്പൊ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയാണ്. പിന്നെ ഓൾറെഡി ബേസിലിന്റെ ആ ഗെറ്റപ്പ്, സിനിമയിലെ ഗെറ്റപ്പ് ഓൾറെഡി ഒരു ചർച്ചയായിട്ടുണ്ട്. അതൊരു പിന്നെ സിനിമ ഒരു ത്രില്ലർ പ്ലസ് കോമഡി രൂപേണയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ കൂടാതെ തന്നെ സുരേഷ് കൃഷ്ണ, ബാബു ആന്റണി, സിജു സണ്ണി, അങ്ങനെ കുറച്ച് പേര് ഇതിലുണ്ട്, അഭിനയിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അയാം കാതലൻ എന്ന സിനിമയിൽ നസ്ലിന്റെ കൂടെ ഉണ്ടായിരുന്ന ആക്ട്രസ് ഉണ്ടല്ലോ, നായികയായിട്ട് വന്ന ആ കുട്ടിയാണ്, അനിഷ്മ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയാണ് ഇതിൽ നായികയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ വിഷു ചിത്രങ്ങളിൽ ഒരു ബമ്പർ അടിക്കാവുന്ന സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് മരണമാസ്. അടുത്തത് എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ പേര് ആലപ്പുഴ ജിംഖാന. അതായത് പ്രേമലു എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം അതിനുശേഷം അയാം കാതലൻ, അതിലൂടെ നസ്ലിൻ എന്താ പറയുക, യുവാക്കൾക്കിടയിൽ വളരെ ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു ആക്ടറായി മാറിയിരിക്കുകയാണ്, കുടുംബ പ്രേക്ഷകർക്ക് അതുപോലെ തന്നെ. അപ്പോൾ നസ്ലിനും ഖാലിദ് റഹ്മാനും കൂടി ഒന്നിക്കുന്ന ഫസ്റ്റത്തെ സിനിമയാണ്. ഖാലിദ് റഹ്മാൻ സംവിധായകൻ, എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അതായത് അനുരാഗ കരിക്കും വെള്ളം, ഉണ്ട, തല്ലുമാല, അതിൻ്റെയൊക്കെ സംവിധായകനാണ്. അപ്പോൾ അതൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയാണ്. അതൊരു സ്പോർട്സ് കോമഡി ഡ്രാമയായിട്ടാണ് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ അതും എന്താ പറയാ, നല്ലൊരു പ്രതീക്ഷ തരുന്ന ഒരു സിനിമ തന്നെയാണ്. സിനിമയില് നസ്ലിനെ കൂടാതെ ഗണപതി ഉണ്ട്, ലുക്മാൻ ഉണ്ട്, സന്ദീപ് പ്രദീപ്, അനഘ രവി, അങ്ങനെ കുറച്ച് യുവാക്കളുടെ ഒരു നിര തന്നെ സിനിമയിലുണ്ട്. അപ്പൊ ഒരു ബോക്സിങ്ങും പരിപാടികളും കോമഡിയും, അങ്ങനെ ഒരു യുവാക്കളുടെ ഇടയിൽ ഒരു കഥ പറയുന്നത് കൊണ്ട് പടം എന്താ പറയാ, ഹിറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കോളേജ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് +2 കഴിഞ്ഞിട്ട് ഇവര് സ്റ്റേറ്റ് സ്പോർട്സ് ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവർ ബോക്സിംഗ് പഠിക്കാൻ പോകുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു പശ്ചാത്തലമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ഏപ്രിൽ 10 തന്നെ കാണാം.
നാലാമത്തെ ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ തല ഫാൻസിനുള്ള സിനിമയാണ്, അതായത് ഗുഡ് ബാഡ് അഗ്ലി. അതായത് മാർക്ക് ആന്റണി എന്ന സിനിമയ്ക്ക് ശേഷം ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. ഈ വർഷം തന്നെ ഇറങ്ങിയ വിടാമുയർച്ചി എന്ന സിനിമ അത്ര വിജയിച്ചില്ല, ചെറിയൊരു പരാജയം നേരിട്ട സിനിമയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ക്ഷീണം തീർക്കാനാണ് അജിത്ത് നമ്മുടെ തല അടുത്ത സിനിമയായിട്ട് വരുന്നത്. ഗുഡ് ബാഡ് അഗ്ലി എന്നാണ് സിനിമയുടെ പേര്. ഏപ്രിൽ 10 തന്നെയാണ് സിനിമയുടെ റിലീസ്. ഇതില് വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അജിത്തിന്റെ തന്നെ വിജയിച്ച സിനിമകളായ മങ്കാത്ത, ദീന എന്നീ സിനിമകളുടെ ഒരു റെഫറൻസ് ഈ ട്രെയിലറിൽ നമ്മൾ കണ്ടു. അപ്പൊ അതൊക്കെ ഒരു സ്പൂഫായിട്ട് ചിലപ്പോൾ സിനിമയിൽ കാണാം. ഏതായാലും ഇതൊക്കെയാണ് 4 സിനിമകൾ. അപ്പൊ ഏപ്രിൽ 10 റെഡി അല്ലേ? വിഷു ചിത്രങ്ങൾ കണ്ട് നമുക്ക് വിലയിരുത്താം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.